ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞുതരും. അന്ന് പാണ്ടി പാർട്ടി എന്ന ലഹരി പാർട്ടി കണ്ടക്ട് ചെയ്ത മീഡിയാസ് പേര് പറയാത്ത ഒരു വ്യക്തിയാണ് സുനിലോജി. ഇപ്പോഴും സുനിലോജിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രഞ്ജിനി ഹരിദാസിനെയാണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവതാരിക. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇതേ കണക്ക് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് OG സുനിലിൻ്റെത്. ഇതേ കണക്കുണ്ടെങ്കിൽ രഞ്ജിനി ഹരിദാസ് ഒരുപാട് പേര് ഇതേ കണക്കുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പടത്തിലൊക്കെ കാണാറുണ്ട് ഭയങ്കര പാർട്ടീസും അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന് മെയിനായിട്ട് ആൾക്കാരെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ്. സോ ഇയാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇതെനിക്ക് രഞ്ജിനി ഹരിദാസ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അന്നത്തെ പാർട്ടിയിൽ രഞ്ജിനി ഹരിദാസും ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇതാണ് ഇപ്പോഴും പറയുന്നുണ്ട്. ഇത് പറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടെങ്കിൽ രഞ്ജിനി ഹരിദാസ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആൾക്കാർ ചുമ്മാ ഇതേക്കോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നത്. അത് എന്തുവാന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കല്യാണം കഴിഞ്ഞു, പിന്നെ വേറെ കുറെ കഥകളുണ്ടല്ലോ മോൻ, എല്ലാം കേട്ടിട്ടില്ലേ? അതിലൊരെണ്ണം തന്നെയാണോ ഇതും. എന്താണെന്നറിയാമോ? കാരണം ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ I go to a party. I'm a huge party enthusiast. അതിൽ യാതൊരു സംശയമില്ല. റമാഡയിലും മാത്രമല്ല, ഡ്രീമിലും പോവും, ട്രിവാൻഡ്രത്തും പോവും, ഗോയയിലും പോവും, ന്യൂയോർക്കിലും പോവും, എവിടെ wherever I get a chance I will be there to party because എൻ്റെ ലൈഫിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയി ഞാൻ ജോലി ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് എനിക്ക് പാർട്ടി. ആൻഡ് ഐ ഡ്രിങ്ക് as well. ഞാൻ കുടിക്കില്ല എന്ന് ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ഐ എം എ സോഷ്യൽ ഡ്രിങ്കർ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഐ ഡ്രിങ്ക്, ഐ ഗോ ടു പാർട്ടി. ഡ്രിങ്ക്സ് കഴിക്കുന്നത് മലയാളത്തിൽ. ഇത് കേട്ടതിന് ശേഷമാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടെങ്കിൽ പാർട്ടി ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. അത് അവരവരുടെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതും ഇതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്നൊന്നുമല്ല. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇതാണെങ്കിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുന്നത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഇതിനെപ്പറ്റിയുള്ള മൊത്ത തെളിവുകളും ഇതാണെങ്കിൽ രഞ്ജിനി അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തെളിവുകളും ഇല്ല. ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ.